ഗുരുവിൻ്റെ ദർശനമാല ആണിപ്പോൾ പഠനത്തിന് എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ അധ്യായമായ അധ്യാരോപ ദർശനത്തിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. അതും 1-ാം ശ്ലോകം മാത്രമേ നമ്മൾ പരിശോധിച്ചുള്ളൂ. നടരാജഗുരു തൻ്റെ സത്യദർശനം അവതരിപ്പിക്കുന്നത് ഒരു ആധുനിക ശാസ്ത്രചിന്തയ്ക്ക് നിരക്കുന്ന തരത്തിലാണ്. പരമ്പരാഗതമായി വേദാന്തം പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്, ഒരു ഭാഷാശൈലി. ആ ഭാഷാശൈലി വിട്ടിട്ട് ആധുനിക ചിന്തയ്ക്ക് ചേരുന്ന ഒരു ഭാഷാശൈലി ആണ് നടരാജഗുരു സ്വീകരിച്ചിട്ടുള്ളത്. In this series of classes, we are taking Narayana Guru's Darshanamala for a detailed study. Narayana Guru, the disciple of Narayana Guru, presented his thoughts in a new way, in a more scientific nature. There is a traditional way of teaching Vedanta that is much different from what Narayana Guru teaches. നടരാജഗുരുവിൻ്റെ ചിന്തയുടെ ഒരു പ്രധാന സ്വഭാവം അതിന് ഒരു നിഷ്കൃഷ്ടമായ ചിന്താശൈലി ഉണ്ട് എന്നതാണ്. ആ ചിന്താശൈലിക്ക് നടരാജഗുരു കൊടുത്തിരിക്കുന്ന പേര് സ്ട്രക്ചറലിസം എന്നാണ്. ഇത് നടരാജഗുരുവിൻ്റെ സ്വന്തം ചിന്താശൈലിയല്ല. ആരാണ് സയൻറ്റിസ്റ്റ്? എഡിങ്ടൺ അല്ലേ? എഡിങ്ടൺ, ആർതർ എഡിങ്ടൺ. അദ്ദേഹത്തിൻ്റെ ചിന്താശൈലി, അദ്ദേഹം ഉപയോഗിച്ച പേര് സ്ട്രക്ചറലിസം എന്നാണ്. അദ്ദേഹം അർത്ഥമാക്കുന്ന തരത്തിൽ, നിഷ്കൃഷ്ടമായെന്നൊക്കെ അദ്ദേഹം അർത്ഥമാക്കുന്ന തരത്തിലല്ല നടരാജഗുരു തൻ്റെ സ്ട്രക്ചറലിസം അവതരിപ്പിച്ചത്. എന്താണ് ഈ സ്ട്രക്ചറലിസം? ഇത് ഈ വിശ്വത്തെയും പരമസത്യമായ ബ്രഹ്മത്തെയും നമ്മളെയും ചേർത്ത് ഒരു സത്യമായി കാണുന്ന ഒരു സ്വഭാവമുള്ളതാണ് നാരായണ ഗുരുവിൻ്റെ തത്വചിന്ത. അതിനെ ആധുനിക ശൈലിയിലാക്കി, ശാസ്ത്രചിന്തയുടെ ശൈലിയിലാക്കി അവതരിപ്പിക്കുകയാണ് നടരാജഗുരു. 3 കാര്യങ്ങൾ ചേർത്ത് വെച്ച് കാണണം എന്നാണ് നാരായണ ഗുരു ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് 3 കാര്യങ്ങൾ? ജീവേശ്വര ജഗദ്ഭേദരഹിത അദ്വൈത തേജസ്സേ എന്ന് രണ്ടാമത്തെ ദൈവചിന്തനം എന്ന ഗദ്യകൃതിയിൽ അതിൻ്റെ മംഗളാചരണം എന്ന തരത്തിൽ എഴുതിയിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: ജീവൻ, ഈശ്വരൻ, ജഗത്ത് എന്നീ മൂന്നല്ലാത്ത തരത്തിൽ ശോഭിക്കുന്ന അദ്വൈത തേജസ്സേ എന്ന്. 3 are the factors brought together into one by
Narayana Guru. These are traditional, this can be found in the traditional Vedanta also. What are the three factors? Jivan, the individual soul, the individual being. Jivan, Ishwaran, God, the ultimate reality. Jiva, Ishwara, Jagat. Jiveshwara Jagat. Third factor is Jagat, the world. So, the knowing me, the known world, and the one ultimate reality. These are the three factors perceived as one, non-different by Narayana Guru. Of these three, what we directly know is the world. The reality that is beyond everything, that we can say only that beyond everything, that is the only thing we know about it. And myself, we don't know who we are. Even though we always say, I, who is this I? We are not clear about it. So these factors, three factors to be brought into one reality. What we directly know is the world. What is the nature of the world? It always is in a changing process. Everything that constitutes the world changes. For all the changes to take place, there should be a substratum. There should be a reality, a substance that changes. That reality or substance is eternal. Everything that we see in the world is changeful. It's not eternal, fleeting. So fleeting appearances and eternally existing reality, these remaining one. How is it possible that the eternal reality and the ever-changing appearances remaining inseparably one? Narayana Guru in his Atmopadesha Shatakam says, ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കുന്നില്ല വലുതായൊരു നീതികേടിതത്രേ. That means the world and the reality. ഉള്ളത് means reality. ഉലകം means the world. ഉലകവും ഉള്ളതും ആയി കലർന്നു നിൽക്കുന്നില്ല. These two remaining inseparably one and mixed together is a വലിയൊരു നീതികേടിതത്രേ. It can never be justified. Justified means by logic. If you think logically, you can never think of these two remaining one. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കുന്നില്ല. ഈ ലോകം ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്താണോ ആത്യന്തികമായി ഉള്ളത്. പിന്നെ ലോകത്തിലുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഒന്നായി ചേർന്ന് കിടന്ന് അനന്യമായി അഭേദമായി ഇരിക്കുന്നു. ഇതെങ്ങനെ? നിത്യവും അനിത്യവും കൂടെ ഒന്നായിട്ടിരിക്കുന്നു. അത് സാധ്യമല്ല എന്നാര് പറയും? ന്യായശാസ്ത്രക്കാർ പറയും. ഒരിക്കലും നമുക്കത് നീതീകരിക്കാനാവുകയില്ല. എങ്ങനെ? ഒരു നീതികേടായിട്ടിരിക്കുന്നു.
ആ അവസ്ഥ സാധാരണ യുക്തിക്ക് ചേരാത്തതായ അവസ്ഥ ഒന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ അതിനെപ്പറ്റിയുള്ള തീർച്ചയോ അറുതിയിടാനരുതാതെ അത് ഒരു തീർച്ചയായും അതിനെ സംബന്ധിക്കുന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടായിത്തീരാൻ ഇടയാകാത്ത വണ്ണം ഉള്ള ഒന്നാണിത്. അറുതിയിടാനരുതാതെ അവാങ് മനോഗോചരം ഈ ഇവ രണ്ടും ചേർന്ന് ഒന്നായിരിക്കുന്നത്, ഉലകവും ഉള്ളതും ചേർന്ന് ഒന്നായിരിക്കുന്നതും അത് ഒരിക്കലും നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനാവുകയില്ല. അറുതിയിടാൻ പിന്നെ ഇവ തമ്മിലുള്ള ചേർച്ച അവാങ് മനോഗോചരം, വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ സാധിക്കാത്ത തരത്തിലുള്ള ഒന്നാണ് ഈ അനന്യത, ഈ അഭേദത. വാങ്മനോഗോചരം ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം. അത് ഇതിനെ സംബന്ധിക്കുന്ന തീർച്ചയായ അറിവ് ഉണ്ടായിത്തീരാൻ നമുക്ക് ഒരു പ്രമാണവും ഉപകരിക്കുകയില്ല. എന്താണ് പ്രമാണം? ഓരോ തത്വചിന്താ സമ്പ്രദായത്തിനും അതിൻ്റേതായ അതിന് സ്വീകാര്യമായ പ്രമാണങ്ങളുണ്ട്. വേദാന്തത്തിനും മീമാംസാ ചിന്തയ്ക്കും 6 പ്രമാണങ്ങളാണുള്ളത്. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാകരണം, പ്രമാണം. പ്രമാ എന്ന് പറഞ്ഞാൽ തീർച്ചയായ അറിവ്. ആ തീർച്ചയായ അറിവ് ഉണ്ടാക്കി തീർക്കുന്ന എന്താണ്? അത് പ്രമാണം. 6 പ്രമാണങ്ങൾ പ്രത്യക്ഷം നമ്മുടെ കണ്ണുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്ക് നേരിട്ട് കണ്ടറിയാവുന്ന, അതൊക്കെ തെറ്റാണെന്ന് പറയാനൊക്കുകയില്ല. അതുകൊണ്ട് പ്രത്യക്ഷം ഒരു പ്രമാണമാണ്. അതുപോലെ അനുമാനം ഒരു പ്രമാണമാണ്. പ്രമാണം, പിന്നെ അനുമാനം, അർത്ഥാപത്തി, അനുപലബ്ധി, ശബ്ദം, ഇത്രയും 6 പ്രമാണങ്ങൾ വേദാന്തികൾക്കും മീമാംസകർക്കും ഒരുപോലെ സ്വീകാര്യമാണ്. എന്നാൽ ഇത്രയും പ്രമാണങ്ങൾ സ്വീകാര്യമായ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഞാൻ കണ്ടു, അത് തന്നെയാണ് തെളിവ്. വേറെ ഒരു തെളിവും അതിനാവശ്യമില്ല. അതുകൊണ്ട് പ്രത്യക്ഷം ഒരു പ്രമാണമാണ്. അതുപോലെ നിങ്ങൾക്കറിയാം, പല കാര്യങ്ങളും നമ്മൾ ഊഹിച്ചെടുക്കും, അനുമാനം ചെയ്തെടുക്കും. അത് ഒരു പ്രമാണമാണ്. പിന്നെതാണ് അനുമാനം, ഉപമാനം. നേരത്തെ നമുക്ക് പറഞ്ഞു കേട്ട് നല്ല വ്യക്തമായ അറിവുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അതിനെ ആ പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മൃഗം, ഒരൊന്ന് ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമ്മൾ കാണുമ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പറഞ്ഞു കേട്ടിട്ടുള്ള സാധനം. ഉദാഹരണത്തിന് ഇപ്പോൾ കുതിരയെ നിങ്ങൾക്കറിയാം, ജിറാഫിനെ അറിയാം, അറിഞ്ഞൂടെ? തല നീണ്ടുപോകുന്ന ഒരു ജന്തു. ഇത് രണ്ടും വെച്ചുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞൻ, എവല്യൂഷൻ തിയറിയിൽ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നു, ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു മൃഗമുണ്ട്. ജിറാഫുമല്ല, കുതിരയുമല്ല. ജിറാഫ് ഇപ്പോൾ അത്ര തല നീണ്ടതല്ല, എന്നാൽ ബാക്കിയെല്ലാം ജിറാഫിനെ പോലെയായിരിക്കും. ഇത് കുതിരയുടെ വംശത്തിൽപ്പെട്ട ഒരു ജന്തുവാണ്. ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിട്ട് പിന്നെ എവിടെയെങ്കിലും ആഫ്രിക്കയിലോ എവിടെയെങ്കിലും ആ സ്വഭാവമുള്ള ഒരു ജന്തുവിനെ കാണാനിടയായാൽ ഇതാണ് ആ മൃഗം, അവൻ പറഞ്ഞു കേട്ടിട്ടുള്ള ആ മൃഗം എന്ന് തീരുമാനിക്കുക. അത് ഉപമാനമല്ല, അനുമാനമല്ല, ഉപമാനം എന്ന് പറയും.
യഥാപത്തി അർത്ഥത്തിന് ആപത്ത് സംഭവിച്ചിരിക്കുന്നു. പറഞ്ഞു കേൾക്കുന്നു, പക്ഷെ അതിന് വിപരീതമായിട്ട് കാണുന്നു. ഉദാഹരണത്തിന്, ഒരാൾ നിരാഹാരം കിടക്കുന്നു, ദിവസങ്ങൾ കഴിഞ്ഞു, പക്ഷെ അയാൾക്ക് ശക്തി കുറഞ്ഞിട്ടില്ല, നല്ല ശക്തനായിട്ട് ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇയാൾ പകൽ ആഹാരം കഴിക്കാതെ രാത്രി എന്തെങ്കിലും കഴിക്കുന്നുണ്ടാവും, അല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തുക. പിന്നെ എല്ലാ കാക്കയും കറുത്തതാണ്, ആണോ? എല്ലാ കാക്കയും കറുത്തതാണോ? ആണോ? ഇത് വെള്ള കാക്കയുണ്ടോ? വെള്ളക്കാക്ക ഉണ്ടോ ഇല്ലെന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ മുഴുവൻ സഞ്ചരിച്ച് വേല കാക്കകളെ നിങ്ങൾ പരിശോധിക്കേണ്ടി വരും. അത് സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ കണ്ടിടത്തോളം കണ്ട കാക്കകളെല്ലാം കറുത്തതാണ്. അനുപലബ്ധി, അങ്ങനെ ഒന്നിനെ കണ്ടിട്ട് വിപരീതമായിട്ടുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ ആ സ്വഭാവത്തോടു കൂടിയ അതും പ്രമാണമാണ്. അത് വെച്ചുകൊണ്ട് പറയുന്നു എല്ലാ കാക്കയും കറുത്തതാണ്. എന്തുകൊണ്ട്? കറുത്തതല്ലാത്ത കാക്ക കണ്ടിട്ടില്ല. ഇങ്ങനെ 6 പ്രമാണം. ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദം, ശ്രുതി പ്രമാണം, ശബ്ദപ്രമാണം എന്നൊക്കെ പറയും, ആഗമ പ്രമാണം. അതെല്ലാം വേദഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഉപനിഷത്തുകളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശരി തന്നെയാണ്, അല്ലാതെ ഉപനിഷത്തിൽ പറയില്ല. അപ്പോൾ ഉപനിഷത്തുകളിലും വേദഗ്രന്ഥങ്ങളിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതങ്ങനെ തന്നെ സ്വീകരിക്കുക. കോടതികളിൽ പോലും ഒരു തെളിവായിട്ട് ചിലപ്പോൾ ബൈബിളിലോ ഖുറാനിലോ ഉപനിഷത്തിലോ പറഞ്ഞിട്ടുള്ള വാക്യം ഇങ്ങനെയുണ്ട് എന്ന് കോടതിയിൽ പറയുകയാണെങ്കിൽ അതിനൊരു തെളിവായിട്ട് സ്വീകരിക്കും. ഇതെല്ലാം ഏതിൽപ്പെടും? ശബ്ദപ്രമാണത്തിൽപ്പെടും. എന്നാൽ ഈ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണോ നമ്മൾ സത്യനിശ്ചയം, പരമമായ സത്യനിശ്ചയം വരുത്തുന്നത്? അല്ല. ഈ 6 പ്രമാണങ്ങൾ എന്തിനുപകരിക്കും? തീർച്ചയായ അറിവിന് ഉപകരിക്കും. പക്ഷേ വേദാന്തത്തിൽ അന്തിമമായി തീർച്ച വരുത്തുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം കണ്ടെത്താൻ ഈ ഒരു പ്രമാണവും ഉപകരിക്കുകയില്ല. അതിനപ്പുറം പോകണം. ഇവിടെയും ഗുരു പറയുന്നു, ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം. ഒരു പ്രമാണം കൊണ്ടും നമുക്കറിയാൻ സാധിക്കാത്തതാണ് ഈ പറഞ്ഞ സത്യം. ഏത്? നേരത്തെ പറഞ്ഞ 3 ചേർന്ന് ഒന്നായിരിക്കുന്നു എന്നത് ഒരു പ്രമാണം കൊണ്ടും തെളിയിക്കാൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാലും ഈ ലോകത്തിന് അതിൻ്റേതായ ഒരു സ്വരൂപഘടനയുണ്ട്. There are 6 pramanas that are relied on in coming to a certitude about anything. Pratyaksha is one pramana. Pratyaksha means direct perception with all the senses. Everything that is perceived with one or more of our senses, that is accepted as the world that we perceive as that has a structure of its own. What kind of structure is it? The eternal reality and the ever-changing, the fleeting appearances remaining one. If we have a clear
in the understanding about this phenomenon. What kind of phenomenon? The eternal reality and the fleeting appearances remaining inseparably one. If we have a proper understanding of the reality that is of this nature, the eternal and the eternal reality and the fleeting appearances remaining one. That is the nature of its structure. If we have an understanding about this ever-changing and eternally existing reality, if we have a notion of its own, we have an understanding of itself, then if the understanding means what is understood and what is the impression you have in your mind concerning that one reality. These two have to be the same. Then only that understanding can be claimed to be a certitude. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, മാറാതെ നിൽക്കുന്നതായ ഒരു സത്യം. ഇത് രണ്ടും ചേർന്ന് ഒന്നായിരിക്കുന്നു എന്നതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എങ്കിൽ ആ ധാരണയ്ക്കും ഉണ്ടായിരിക്കണം അതേ പ്രത്യേകത. നമ്മൾ ഏതിനെങ്കിലും വ്യക്തമായി അറിഞ്ഞു എന്ന് ധരിക്കുകയാണെങ്കിൽ ആ സത്യത്തെ സംബന്ധിക്കുന്ന പൂർണ്ണമായ ഒരു സ്വരൂപം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കണം. നമ്മൾ അറിയുന്ന സത്യം ഇപ്പറഞ്ഞ രണ്ടും ചേർന്ന് ഒന്നായിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണെങ്കിൽ നമ്മുടെ അറിവും അതിനെ സംബന്ധിക്കുന്ന നമ്മുടെ അറിവും അതേ സ്വഭാവമുള്ളതായിരിക്കണം. വൺ ടു വൺ കറസ്പോണ്ടൻസ് എന്ന് നടരാജ് ഗുരു പറയും. There should be an one-to-one correspondence between what is known and the idea you have created in your mind about that reality. How is it possible to convey that oneness of the reality that you know into your own understanding of it? Rajaguru devised a simple way of, so there should be an one-to-one correspondence between what is known and the knowledge you have created about it. If the reality is a confluence, a mixed something that is in which these two become non-different, then so there should be an one-to-one correspondence between the knowledge you have and the known reality. All of you know what is graph. In the graph there is a vertical axis and a horizontal axis, x-axis and y-axis. In the present case, if you can think of the fleeting appearances that is spread over everywhere, that can be given the place of it can be represented by the horizontal axis of the graph. Then the eternal reality that can be represented by the vertical axis. Then
What is its relevance here? What we want to know is the unknowable reality that is non-dual. When we think of the eternal reality, then there is one point in which this x-axis and y-axis meet. Is that point vertical or horizontal? It is neither. In the same way, this axis is given or seen as having a vertical, a plus side and a minus side. Both the axes are having the plus side and the minus side. What about the neutral point in which these two meet? Is it plus or minus? No, it is neither plus nor minus. It is neither vertical nor horizontal. You can take that one point as representing the eternal reality and the fleeting appearances existing together. So the ineffable reality is thought of as represented by the neutral point of these two axes. The point of meeting together of these two axes. Simply the simple structure. One more thing. You get an idea of the non-dual reality represented by the meeting point of the two axes. Then that is how we understand it. Then we try to communicate to others what you understood in this manner. There should be a language in which that understanding is conveyed to others. If that language is perfect in communicating to others this non-dual reality represented by the meeting, the Bindusthana, the meeting together of the two axes. If this understanding of yours is communicated to others, that very language also should have these peculiarities. That means the structure of the world, the structure of the understanding we have about the world and the reality, and the language in which it is conveyed to others. These three must have the same structure of both the axes meeting together at one neutral point. So that language is called structural language. In the ordinary system of understanding, we use a language, but here we have to find out a new language that is derived from the structure of the reality, the structure of the understanding we have about it, and the same should be the same structure should be there in the language that we use to communicate to others. That then it becomes a structural language. The structural reality
the structural understanding of that reality, the structural language in which we communicate this reality to others. So there is a common structure in all these, where the x-axis and y-axis meet, and this structural language is called proto-language by Narayana. So how can we interpret the verses of Darshanamala? Darshanamala is written in the ordinary language of Sanskrit. That is a meta language, not the proto-language. But what is intended to be conveyed to others through this language is the non-dual reality. So we have to see behind the ordinary meta language that we find used in the Darshanamala, we have to see there's an ordinary language. It is called meta language. The language through which we communicate to others, that can be written and spoken of in the ordinary meta language, but there will be hiding in it a proto-linguistic factor. If you have found out that proto-linguistic principle or linguistic peculiarity behind each verse of the Darshanamala, unless you get it, you won't be understanding what each verse of the Darshanamala tries to clarify. That is how Narada Guru conceived it, and that is how Narada Guru interpreted the verses of the Darshanamala. In my class I gave last month, I didn't go into any proto-linguistic aspects hidden in the meta language in which Narayana Guru wrote these verses. The language in which Narayana Guru tried to interpret the verses of Narayana Guru. We are not in a hurry to immediately to go to the end of the Darshanamala. We go slowly. So last week I gave you, last month I gave you a meta-linguistic interpretation of the first verse of Darshanamala. അപ്പോൾ ഇതാണ് നമുക്ക് പ്രത്യേകം ഉള്ളിൽ കണ്ടിരിക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ട സത്യം ഒന്ന്, അതിനെപ്പറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായ ഒരു ബോധം, ഒരറിവ്, ആ അറിവിനെ ഏത് ഭാഷ എങ്ങനെ നമുക്ക് ഭാഷയുടെ രൂപത്തിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. ഈ മൂന്ന് തലത്തിലും ഉണ്ടായിരിക്കണം ഒരേ സ്ട്രക്ചർ. ലോകത്തിനുള്ള സ്ട്രക്ചർ, ആ ലോകത്തെ സംബന്ധിക്കുന്ന അറിവിനുള്ള സ്ട്രക്ചർ, ആ അറിവിനെ നമ്മളെങ്ങനെ ഭാഷയുടെ തലത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മാറ്റിയെടുക്കുന്നു. ഈ മൂന്ന് തലത്തിലും വാസനാമയമേവാദവോ ആസീദിതമതപ്രഭു അസൃജൻ മായയാ സ്വസ്യ മയാവീവാഖിലം ജഗത്. വാസനാമയം ഏവ ആസീത് ഇതം. വാസനാമയമായിട്ടാണ്
ഇനി വരുന്ന ശ്ലോകങ്ങളിലെല്ലാം പ്രഭു നേരത്തെ പറഞ്ഞ പരമേശ്വരൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ള പല ചിത്രീകരണങ്ങളാണ് തരുന്നത്. ഏതെങ്കിലും ഒന്നിനെ മാത്രം എടുത്തിട്ട് അതാണ് പ്രപഞ്ചോത്പത്തിയുടെ സ്വഭാവം എന്നല്ല ഗുരു പറയുന്നത്. എല്ലാ എന്താണ് അധ്യാരോപദർശനത്തിലെ 10 ശ്ലോകങ്ങളിലും കൂടി 10 സൃഷ്ടിയുടെ 10 മുഖങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Through the 10 verses of Darshanamala, Narayana Guru presents 10 visual phases of one and the same process that we call the creation of the world. So, if you quote one verse from the Darshanamala and say, this is the way Narayana Guru interpreted or explained how the world was created. No. All these 10 verses have to be put together, and then you have to create a level of understanding in which the picture of creation becomes very clear. Was there a time in which the creation was done? നമ്മൾ ഈ ദർശനമാലയിലെ അധ്യാരോപദർശനത്തിൻ്റെ അതിലെ 10 ശ്ലോകങ്ങളിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഇത്തരത്തിലാണ് നാരായണ ഗുരു പ്രപഞ്ചസൃഷ്ടിയെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ തെറ്റിപ്പോയി. ഈ 10 ശ്ലോകങ്ങളിലും കൂടി 10 ശ്ലോകങ്ങളെയും ഉള്ളിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ 10 ശ്ലോകങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഏകദേശ സ്വരൂപം ഉള്ളിൽ ദർശിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച് നാരായണ ഗുരുവിനുണ്ടായിരുന്ന ധാരണ. ഇവിടെ പറയുന്നു, ആസീത് വാസനാമയമേവ ആസീത് ഇതം ഈ ലോകം ആദിയിൽ വാസനാമയമായിട്ടിരുന്നു. അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിലും അത് ചോദ്യം ഉദിക്കേണ്ടതാണ്. എന്താണ് ഇവിടെ ഈ 10 ശ്ലോകങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ ഏതോ ഒരു സമയത്ത് പ്രപഞ്ച സൃഷ്ടി നടത്തി, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന ധാരണ നമുക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ ലോകത്തിനൊരു ആദി ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എവിടെയാണ്? ബ്രഹ്മത്തിൽ. ബ്രഹ്മമോ അനാദിയാണ്, അനന്തവുമാണ്. അനന്തം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തത്, അനാദി എന്ന് പറഞ്ഞാൽ ആദിയില്ലാത്തത്. അപ്പോൾ ആദിയില്ലാത്ത ബ്രഹ്മത്തിൽ ആണോ ആദിയുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്? ബാക്കി സമയത്തൊക്കെ ബ്രഹ്മം വെറുതെ ഇരിക്കുകയായിരുന്നു, ഒരു സൃഷ്ടിയും നടത്താതെ. In all these verses we see the world was created at a particular time. If we think, before that there was no world, Brahman existed as Brahman. But the underlying reality that is perceived here in this verse as Parameswara
that reality didn't have a beginning. It is in that reality that the phenomenon of creation takes place. It did take place at a particular time? No. In all these scriptures and also in Narayana Guru's works, we see that this world had no, the reality had no beginning. Same way, the world also was Anadi, Anandam. അറിവിൽ അനാദിയതായി നടന്നിടം തിരുവിളയാടൽ എന്നറിഞ്ഞിടണം. This world must be understood as one, this world is nothing but a sport or sportful activity that has always been going on in the one Arivu. That Arivu is the pure consciousness, that is Brahman. In that case, Arivil Anadiyadai Alandidam. This Arivu, the reality is Anadi, beginningless. This creation also is beginningless. And that creation process is thought of by Narayana Guru as a sportful activity. That is not the ordinary sportful activity, a divine sportful activity. Tiruvilayadal. That has always been going on in the one Arivu, in one consciousness reality, in one Brahman. That means the existence of the emerging of the existence of the world in the one reality was always going on. It had no beginning. Narayana Guru very clearly says, Anadiyadai Narandam Dittandirvilayadal. A divine sportful activity that has always been going on in the one Arivu. That means Arivu or Brahman is beginningless. The appearance of the world in that reality is also beginningless. The Bhagavad Gita says, there is Sat existing and no Sat exists without manifesting as but the world. And without manifesting, without the form of manifesting, the Sat, the eternally existing reality, never exists. So, eternally existing reality and the fleeting appearances, both are the two aspects in which the one reality, non-real reality, exists. So the world is beginningless, the causal consciousness of Brahman is also beginningless. Then why should the same Narayana Guru, here in the Adhyaropa Darsana, say there is a beginning for this world? It is at that moment of beginning that entire world was created. We have to keep in mind that the present chapter is Adhyaropa Darsana. Adhyaropa means
Here, the Adhyaropa means the existence of the world is superimposed on the eternal reality. Here represented as Parameshwara. If the world is an Adhyaropa, the beginning also of the world is Adhyaropa. അധ്യാരോപി ദർശനമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ അധ്യാരോപിതമായിരിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ ഏകമായ സത്യത്തിൽ അധ്യാരോപിതമായിരിക്കുന്നതാണ്. അതിൻ്റെ അധ്യാരോപിതമായ ലോകത്തിൻ്റെ കാര്യമാണ് ഈ അധ്യായത്തിൽ മുഴുവൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്തിൻ്റെ ഉൽപ്പത്തിയോ അതും അധ്യാരോപിതമാണപ്പോൾ ലോകത്തിന് ഒരാദി ഉണ്ടായിരുന്നു എന്ന് ഈ അധ്യായത്തിൽ തുടരെ പറയുന്നു. ആ ആദിയും അധ്യാരോപത്തിൽ പെട്ടതാണ്, അധ്യാരോപിതമാണ് എന്ന ധാരണ വച്ചുകൊണ്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആരാണ് ഗുരുവിന് എന്ത് പറഞ്ഞു എന്നുള്ള നമുക്ക് പിടിയും കിട്ടില്ല. ഇനി അടുത്ത അധ്യായം തൊട്ട് പിന്നെ ഇതൊന്നും പറയേയില്ല, സൃഷ്ടിയുടെ കാര്യമൊന്നും പറയില്ല. അപ്പോൾ ഈ അധ്യായം മുഴുവൻ കൂടി അധ്യാരോപിതമാണ്. അപ്പോൾ അതിൽ പറയുന്ന ഓരോ അംശവും അധ്യാരോപിതമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ അദ്വൈതമായ സത്യത്തിൻ്റെ വശത്തു നിന്ന് നോക്കിയാൽ അവിടെ ലോകവും ഇല്ല, ലോകത്തിൻ്റെ സൃഷ്ടിയില്ല, ആ ഒന്നേ ഉള്ളൂ. അപ്പോൾ വാസനാമയമേവ ആദൗ ആസേദിതം, വാസനാമയമായിട്ട് ആണ് ആദിയിൽ. ഈ ആദി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ അധ്യാരോപിതമായിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ അധ്യായം മുഴുവൻ അധ്യാരോപിതമായിരിക്കുന്ന ഒന്നിൻ്റെ വശത്ത് നിന്നുകൊണ്ട് നമ്മൾ അതിന് അധ്യാരോപത്തിന് ആധാരമായിരിക്കുന്ന അദ്വൈത സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രത്യേകത ഒരു ഉള്ളിൽ കണ്ടുകൊണ്ട് വേണം ഈ അധ്യായം മുഴുവൻ പഠിക്കാൻ. വാസനാമയമേവ ആദൗ, ആദിയിൽ, ഈ ആദി എന്ന് പറയുന്നത് കൂടി അധ്യാരോപിതമാണ്. എവിടെ അധ്യാരോപിതമായിരിക്കുന്നു? ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ പരമേശ്വരനിൽ. വാസനാമയം എന്താണോ വാസന? നമുക്കറിയാം, നമ്മളെല്ലാം ജനിച്ചത് തന്നെ ഓരോ വാസനയോട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ തരത്തിൽ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ. അന്ന് ജന്മവാസന എന്നൊക്കെ പറയും. കർമ്മസിദ്ധാന്തികൾ പറയും, അവൻ്റെ പൂർവ്വജന്മത്തിൽ അവൻ അനുഭവിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. നല്ലതായാലും കൊള്ളാം, ചീത്തയായാലും കൊള്ളാം. ശുദ്ധ വേദാന്തത്തിൽ അതൊന്നുമില്ല. പിന്നെ പൂർവികമായ വാസന എന്ന് പറഞ്ഞാൽ വാസന ഇവിടെ ആരിലുണ്ടായിരിക്കുന്നു എന്നാണ്. നമുക്ക് വ്യക്തികളുടെ കാര്യമെടുത്താൽ നമ്മളെല്ലാം ഓരോ വാസനയോട് കൂടി വരാണ്. ജന്മനാ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ചില പ്രത്യേക സവിശേഷതകൾ ഉണ്ടായിരിക്കത്തക്കവണ്ണമാണ് ജന്മമെടുത്തിട്ടുള്ളത്. അതെവിടെ നിന്നോ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ജെനറ്റിക്സ് എന്ന ആധുനിക ശാസ്ത്രത്തിനെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടി വരും. ഉദാഹരണത്തിന് എൻ്റെ കാര്യം, എൻ്റെ ഒരു സഹോദരിയുടെ മകളുടെ മകൻ
എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ചെറുപ്പകാലത്ത് മരിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ, എനിക്ക് 12 വയസ്സായിട്ട് ഉള്ളപ്പോൾ മരിച്ചു. ആ തലമുറ വിട്ട് അതിൻ്റെ അടുത്ത തലമുറ വന്നപ്പോഴത്തേക്ക് ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ ഞാൻ മാത്രം കണ്ടിട്ടുള്ളൂ. ആ കുടുംബത്തിൽ ഞാൻ മാത്രമേ എൻ്റെ അനിയനെ കണ്ടിട്ടുള്ളൂ. അവൻ്റെ മുഖം പോലെ തന്നെ ഈ ചെറുക്കൻ്റെ മുഖമായിരിക്കും. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അതുമായിട്ട് ഒരു ബന്ധമില്ല. അതിൻ്റെ മുമ്പത്തെ ജനറേഷനിൽ ഉണ്ടായിരുന്ന അവൻ 11ാമത്തെ വയസ്സിൽ സ്വയം മരിച്ച്. അങ്ങനെ അപ്പോൾ 3ാമത്തെ തലമുറ 4ാമത്തെ തലമുറയൊക്കെ എനിക്ക് തന്നെ അറിഞ്ഞൂടാ ആയപ്പോഴേക്ക് അവൻ്റെ മുഖച്ഛായ ഉള്ളവർക്ക് ആ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ, എവിടെയാണ്, ഏത് സൈബർ സ്പേസിലാണ് ഇങ്ങനെയുള്ള വാസനകളെല്ലാം നിറച്ച് വച്ചിരിക്കുന്നത്? നമുക്കറിഞ്ഞുകൂടാ. എന്നാലും ഇങ്ങനെ വാസനകൾ പുതിയ ജന്മങ്ങളിൽ ഒരാൾ തന്നെ വീണ്ടും ജനിക്കുന്നതല്ല ഞാൻ പറയുന്നത്. എപ്പോഴും പുതിയ ജന്മങ്ങൾ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇങ്ങനെ ചില സാദൃശ്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. എങ്ങനെ വന്നു? അതിനുള്ളൊരു വാസന എവിടെയോ ഏതോ ന്യൂറോണിലോ ഏതോ എന്താണ് ക്രോമസോം, ഏതോ ക്രോമസോമിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ കിടന്നു. ഇങ്ങനെ ഇതല്ലാത്ത ജന്മവാസനകളുമുണ്ട്. മുഖച്ഛായ മാത്രമല്ല, എന്തെല്ലാം തരത്തിലുള്ള ജന്മവാസനകളുണ്ട്. അതിനെയൊന്നും നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. ഈ ഓരോ വ്യക്തി ജീവിതത്തിലുമുള്ള ഈ വാസന മാത്രമല്ല ഇവിടെ കണക്കിലെടുക്കുന്നത്. നമ്മളിവിടെ കണക്കിലെടുക്കുന്നത് ആകവേയുള്ള സത്യത്തെ സംബന്ധിക്കുന്ന, പ്രപഞ്ചത്തെ ആകവേ സംബന്ധിക്കുന്ന വാസന ഇനി എന്താ അടുത്ത നിമിഷത്തിൽ സംഭവിക്കണം നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ പ്രകൃതിക്കൊരു നിശ്ചയമുണ്ട്. അത് നിശ്ചയമില്ലയോ? എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ചിന്തിക്കാനാവാത്ത തരത്തിൽ ഒരു സാധ്യത ഈ വാസന എന്നതിനെ നമുക്ക് യൂണിവേഴ്സലായിട്ട് നോക്കുമ്പോൾ വാസന എന്ന് പറയുന്നതിനേക്കാളും വിശ്വത്തിൽ ആകവേ നിറഞ്ഞിരിക്കുന്നതായ ഒരു സാധ്യത. ആ സാധ്യതയ്ക്കാണ് ഇവിടെ വാസന എന്ന്, അതിനെയാണ് നാരായണ ഗുരു ഇവിടെ വാസന എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാസനാരൂപത്തിൽ ആണ് ഈ എന്തിനുള്ള സാധ്യത? പ്രപഞ്ച സൃഷ്ടിക്കുള്ള സാധ്യത. പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുമ്പോൾ ആകെക്കൂടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള ഓരോന്നിൻ്റെയും ജന്മം, അതിനെല്ലാമുള്ള സാധ്യത. ഓരോ അണുവും അടുത്ത പ്രാവശ്യം അടുത്ത നിമിഷത്തിൽ എങ്ങനെയിരിക്കും, ഇതൊക്കെ ഇതിപ്പോൾ തീരുമാനിക്കുന്നതായിട്ടുള്ള ഒരു സാധ്യത, ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്ന് ഈ സത്യത്തിൽ, പരമേശ്വരൻ എന്ന സത്യത്തിൽ നിറഞ്ഞിരിക്കുന്നു. വാസനാമയമേവ ആദൗ ആസീദിതം ആയിരുന്നു. എന്താണ്? ഈ വാസനാരൂപത്തിലായിരുന്നു ഈ ലോകം മുഴുവൻ ആ സത്യത്തിൽ ഉണ്ടായിരുന്നത്. അതപ്രഭു അസൃജന്മായ അസൃജ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? മായ കൊണ്ട് സൃഷ്ടിച്ചു. അതപ്രഭു. പിന്നെ
മായാവീവ, മായാവിയെ പോലെ സൃഷ്ടിച്ചു. മായാവി മായാജാലങ്ങൾ കാണിക്കുമ്പോൾ അതെങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ, മായാവിയുടെ ഉള്ളിൽ ഒരു വാസനയുടെ രൂപത്തിൽ ഇതെല്ലാം ഇരുന്നിരുന്നു. ആ മായാവി എങ്ങനെയാണോ ആ സാധ്യതകളെ, തന്നിൽ നിറഞ്ഞിരിക്കുന്ന സാധ്യതകളെ വെളിപ്പെടുത്തി കാണിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു. ഇപ്പോഴും ആ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം അത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇനിയൊരു 25 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകളൊന്നും കാണില്ല, ഞാനും കാണില്ല. എന്നാലും ഈ ലോകം ഒരു മായാജാലം പോലെ തുറന്നുകൊണ്ട് തന്നെ ഇരിക്കും. പുതിയ തലമുറ വന്ന് നമ്മൾ റോളിനെ അവരങ്ങെടുക്കും. ഇങ്ങനെ പുതിയ പുതിയ മായാജാലങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. പിന്നെ മായാവി എന്ന പോലെ മായാവി കാണിക്കുന്ന ഇന്ദ്രജാലങ്ങളെല്ലാം ഉള്ളതോ ഇല്ലാത്തതോ? തീർച്ചയായിട്ടും ഉള്ളതുപോലെ നമുക്ക് തോന്നും, പക്ഷേ ഇല്ലാത്തതാണ്. ഞാനൊക്കെ റഷ്യയിൽ പോയപ്പോൾ റഷ്യൻ സർക്കസ് കാണാൻ കൊണ്ടുപോയി. ഒരു സ്ത്രീ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. അവരുടെ മുകളിൽ കൂടി ഒരു കവറങ്ങിട്ടു. ആ കവറങ്ങെടുത്തപ്പോൾ സ്ത്രീയുടെ ശരീരം മുഴുവൻ തിളങ്ങുന്ന പൂക്കൾ വന്ന് നിറഞ്ഞങ്ങ് വീണു. വീണ്ടും ആ കവറങ്ങിട്ടു. വീണ്ടും കവർ തിരിച്ചെടുത്തു. അപ്പോൾ വേറെ ഒരു നിറത്തിലുള്ള പൂക്കൾ ഒന്നും രണ്ടും അല്ല, അങ്ങ് ചൊരിയാണ് അവരുടെ തലയിൽ നിന്ന്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇടുമ്പോഴും ഓരോ നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് നിറയെ വീണുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും ഇതെങ്ങനെ സാധിക്കുന്നു? അവിടെ നടന്നത് ഈ സ്ത്രീയുടെ മുകളിൽ ഒരു കുപ്പായം എടുത്തിട്ടതാണ്. ഇങ്ങനെ നമുക്ക് ഒരിക്കലും കണ്ടാൽ ഇതെങ്ങനെ നടക്കുന്നു എന്നൊരിക്കലും തീരുമാനിക്കാനാകാത്ത തരത്തിൽ ഉള്ളതാണ് മായാജാലം. ഇതിനെല്ലാമുള്ള അവിടെ ഒരു മായാവിയുണ്ട്, സൈഡിൽ മജീഷ്യൻ നിൽപ്പുണ്ട്. അയാളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ഭാവനകളാണ് വാസ്തവത്തിൽ നമ്മളെ കൊണ്ട് ഇതെല്ലാം കാണിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെയും മായാവിയുടെ സ്ഥാനത്തുള്ളത് ആരാണ്? ഇവിടെ പ്രഭു, പരമേശ്വരൻ. ആ പ്രഭുവായ പരമേശ്വരൻ നമ്മളെ കൊണ്ട് ഇതെല്ലാം കാണിപ്പിക്കുന്നു, മായാജാലൻ എന്ന പോലെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ലോകമുള്ളതോ ഇല്ലാത്തത്? പ്രഭു കാണിക്കുന്ന മായാജാലം പോലെയാണ് ഇത് ഈ കാണുന്ന ലോകത്തിൻ്റെ അസ്തിത്വം എന്ന് വന്നാൽ, അപ്പോൾ ആ കണ്ണു വെച്ച് നോക്കുമ്പോൾ ലോകം ഇല്ലാത്തതോ ഉള്ളതോ? ഇല്ലാത്തത് തന്നെ അല്ലേ? പിന്നെ എന്താ ഉള്ളത്? ലോകമില്ല, പിന്നെ എന്താ ഉള്ളത്? ഭാവന. അതുപോലെയാണ് ഇവിടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ആ കണ്ണു വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ ലോകം ഉള്ളതോ ഇല്ലാത്തതോ? ഇല്ലാത്തതാണ്. അപ്പോ പിന്നെ ഉള്ളത് ഏതാ? മായാവിയാണുള്ളത് അല്ലേ? മായാവിയുടെ ആരാ? പരമേശ്വരൻ തന്നെ. അപ്പോ ആ പരമേശ്വരൻ വാസ്തവത്തിൽ അദ്വൈതമായ സത്യത്തെ ഈ അധ്യായത്തിന് ചേരുന്ന തരത്തിൽ പരമേശ്വരൻ എന്ന് വിളിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ഒരധ്യായത്തിലും 9 ശ്ലോകത്തിലും ദൈവത്തെ പറ്റി പറയില്ല, മായാവിയെ പറ്റി പറയില്ല. അതിനെല്ലാം അവസരം കൊടുക്കുന്ന എന്താണ്?
ഈ അധ്യാരോപം എന്ന ആ വശമാണ്. ഇതെല്ലാം അധ്യാരോപിതമായിരിക്കുന്നു. പിന്നെ എന്താണ് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? സ്വപ്നം പോലെ, സ്വപ്നവത് അല്ലേ? ഇവിടെയോ മായാവീവ, മായാവിയ എന്ന പോലെ. അപ്പോൾ ചുരുക്കത്തിൽ സ്വയം ഉണ്മയുള്ളതല്ലെങ്കിലും സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നതായ ഒരു ലോകം. അതിനൊരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ അത് ആ ക്രിയേറ്റർ നമുക്ക് ഉണ്ടെന്ന് തോന്നുകയാണ്. പിന്നെയോ ഒരു ക്രിയേറ്ററും അവിടെ ഇല്ല, ഒരു ക്രിയേഷനും ഇല്ല. ഉള്ളതെന്താ? പരമേശ്വരൻ, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ പരമാത്മാവ്. ആ പരമാത്മാവ് സ്വന്തം ക്രിയാത്മകതയാൽ തന്നിൽ തന്നെ വെളിപ്പെടുത്തുന്നതാണ് ഈ ലോകം. അതിൻ്റെ ഓരോ വശം നമുക്ക് ഈ അധ്യാരോപ ദർശനത്തിൽ പോലും, അധ്യാരോപ ദർശനത്തിലാണ് എന്നുള്ളത് ലോകവും സൃഷ്ടിക്കപ്പെട്ട ലോകവും സൃഷ്ടാവും പിന്നെ സൃഷ്ടിജാലവും എല്ലാം പ്രസക്തമായി വരുന്നത് ഈ അധ്യാരോപ ദർശനത്തിൽ മാത്രമാണ്. മറ്റു ദർശനങ്ങളിലൊന്നും 9 ദർശനത്തിലും അതില്ല. വാസനാമയമേവ ആദോ ആസീത് ഇദം അസ. പിന്നീട്, ആ പിന്നീട് എന്ന് പറയുന്നത് എന്താണ്? ആ പിന്നീട് അങ്ങനെ ഒരു പിന്നീടുണ്ടോ? ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഉള്ള അവസ്ഥയിലേക്ക് മാറുന്ന. ബ്രഹ്മത്തിൽ ലോകമുണ്ട്, പിന്നെ ബ്രഹ്മത്തിൽ ലോകം ഇല്ല. ഈ ലോകമില്ലാത്ത ബ്രഹ്മമല്ല. ലോകം ബ്രഹ്മമുണ്ടെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ക്രിയേറ്റിവിറ്റി സ്വയം പ്രകടമായി ഈ ലോകമായി വിലസുകയും ചെയ്യും. അപ്പോൾ ഈ ലോകമില്ലാത്ത ഒരു ബ്രഹ്മമില്ല, ലോകമായി പ്രത്യക്ഷ ആകാത്ത ഒരു ബ്രഹ്മമില്ല. പിന്നെ ബ്രഹ്മമില്ലാത്ത ഒരു ലോകവും ഇല്ല. അപ്പോൾ ഈ ആദവ് എന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാരോപിതമായ സന്ദർഭത്തിൽ മാത്രം പ്രസക്തിയുള്ളൊരു വാക്കാണ്. ലോകത്തിന് ഒരാദിയില്ല, അനാദിയാണത്. ദൈവത്തിനും ആദിയില്ല, അനാദിയാണത്. അതപ്രഭു. പിന്നെ അധ പറഞ്ഞു, അത് നേരത്തെ പറഞ്ഞല്ല. അസൃജത് സൃഷ്ടിച്ചു, മായ കൊണ്ട്, മായ മുഖാന്തരം. അസൃജൻ മായ സ്വസ്യ മായാവീവ, സ്വസ്യമായ സ്വന്തം മായ കൊണ്ട് സൃഷ്ടിച്ചു. മായാവീവ അഖിലം ജഗത്, അഖില ജഗത്തിനെ മായാവി, മായാജാലം കാണിക്കുന്നത് പോലെ സൃഷ്ടിച്ചു.